വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം ടൂറാണ്. റൂം ടൂർ എന്ന് പറഞ്ഞാൽ വലിയ അടിപൊളി റൂമൊന്നുമല്ല, ഒരു നോർമൽ റൂം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഭയങ്കര മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, പുറത്തൊന്നും അധികം ഇറങ്ങാണ്ട് വീട്ടിൽ തന്നെ കുത്തിരിക്കാൻ നോക്കാൻ എൻ്റെ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ലാഗ് അടിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് വേഗം കിടക്കാം. അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഫാൻ കാണാം. ഈ ഫാൻ എന്ന് പറയുന്നത് സാധാരണ ഫാൻ കാറ്റോളാനാണല്ലോ. ഓക്കെ, അപ്പോൾ ഫാനുണ്ട്, ഒരു കറുത്ത കളറാണ്. ഈ ടേബിൾ ഫാൻ എന്താ വെച്ച കാരണം എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഇങ്ങനെ കയറിയിട്ട് ഈ സൈഡിൽ വരുമ്പോഴാണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബെഡ് വരുന്നത്. ബെഡ് വരുന്നത് 2 തലവണ ഉണ്ട്. 2 തലവണ പറഞ്ഞാൽ ഈ കെട്ടിപ്പിടിച്ചെടുക്കാൻ. പിന്നെ അവിടെ ഒരു സ്വിച്ച് ബോർഡ് ആണുണ്ട്, അതിപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു അലമാരി മാതിരി സംഭവമുണ്ട്. അലമാരി സംഭവത്ത് ഒരു വലിയ കളിയാണ്. ഈ അലമാരിയുടെ മേളിലാണ് കുറച്ച് ഫോട്ടോയും പിന്നെ ഒരു വർക്കാത്തൊരു പിയാനോ ഇരിക്കുന്നുണ്ട്. ഈ അലമാരി ഇവിടെ ചെന്ന് നമ്മൾ ഈ സംഭവമില്ലേ, ഈ കാർ വെച്ചില്ലെങ്കിൽ ഈ സംഭവം അത് നമ്മൾ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഹോം മെയ്ഡ്, ഞാൻ സ്വന്തം ഉണ്ടാക്കിയാണ്. കാരണം ഇതെന്തിനും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മിക്ക ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും റൂമിൽ, നല്ല അടിപൊളി റൂമുകളിലൊക്കെയാണ് ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ അതേമാതിരി ലൈറ്റൊക്കെ വെച്ച് നിൽക്കുക, പക്ഷെ അതങ്ങനെ വർക്കാവില്ല. ഞാൻ വിചാരിച്ച് ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കുറച്ച് കാറിൻ്റെ കളക്ഷൻസ് ഉണ്ടായി, കുറേ കാറുകളൊക്കെ ഉണ്ടായി. അത് ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഇതിൻ്റെ മേളിലായിട്ടൊരു മാസ്കാണ്, പള്ളി പെരുന്നാളിന് വാങ്ങിച്ചതാണ്. പള്ളി പെരുന്നാളിന് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ആരും വെച്ചൊന്നും ആരും വലിയ ഇല്ല. അത് നമ്മൾ ചെയ്യാം. ഇവിടെ ഇങ്ങനെ സെലോട്ടേപ്പ് വെച്ച് ഇതിൻ്റെ വള്ളി ഇവിടെ ചൊട്ടിച്ച് വെച്ചാണ്. പിന്നെ ഇങ്ങനെ ബ്ലഡ് വലിയ സംഭവം ഉണ്ട്, അത് നമ്മൾ ചെയ്തെടുത്ത് നമ്മൾ ഫുഡ് കളർ വെച്ച് ഞാൻ തന്നെ ചെയ്തെടുത്താണ്. പിന്നെ ഇതിൻ്റെ അടിയിലത്തെ കളിയിൽ നമ്മൾ ഇതുണ്ടോ, ഇതൊരു സാധാരണ ഒരു കാറാണ്. കാറ് വലിയ ഇതൊന്നുമില്ല, കാരണം ഞാനുണ്ടാക്കിയ കാറാണിത്. അത് കാരണമാണ് വലിയ സുഖമില്ലാത്ത കാണാൻ. ഇത് ഞാൻ PVC വെച്ചാണ് ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടു, ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് കിട്ടാൻ തുടങ്ങിയിട്ട് പൈസ കാണിച്ചില്ല. അതേ കണ്ട ഒട്ടിച്ചിട്ട് പൊളിഞ്ഞ് വരാൻ തുടങ്ങി. ഞാൻ തന്നെ PVC കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണിത്. കണ്ടാൽ മനസ്സിലാവും ഞാൻ ഉണ്ടാക്കിയത്. അതേമാതിരി നല്ല ഊള ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഇത് അവിടെ പൊടി പിടിച്ചിരിക്കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ്. ഫുള്ള് PVC ആണ്, വെട്ടി ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് ഒട്ടിച്ച് വെച്ചതാണ്. അതിൻ്റെ ഇപ്പുറത്തേന്ന് പറയുന്നത് 2 റയർ കാറുകളാണ്. റയർ കാറുകൾ പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഈ അലമാരിയുണ്ട്, ഈ അലമാരിൽ പ്രത്യേകിച്ച് അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കച്ചറ സാധനങ്ങൾ. ഈ റൂം തന്നെ ഒരു അലങ്കോലമായിട്ടാണ് കിടന്നുണ്ടായി. അപ്പം ഞാനിവിടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ റയർ കാറുകളൊക്കെ ഇങ്ങനെ രണ്ടാക്കി വെച്ചാണ്. കാരണം എന്ന് പറയുന്നത് ഈ വലിയ കാറൊന്നും ഇതിൽ കൊള്ളില്ല. ഇതിൽ കൊള്ളില്ല. പിന്നെ ഇത് BMW കാറാണ്. ഇത് നോർമൽ കാറായിരുന്നു, ഞാൻ പെയിൻ്റൊക്കെ അടിച്ചെടുത്തതാണ്. പിന്നെ ഇതൊരു പോളോ ഉണ്ടോ, അടിപൊളി പോളോയാണ്. പിന്നെ ഇതിൻ്റെ മേടത്തെ കളി എന്ന് പറയുന്നത് വേറെ ഒന്നും. ഞാനിങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ എന്തായിരുന്നു സാധനം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാണ്. പിന്നെ ഇതുണ്ട, ഇതിൻ്റെ വീലാണ്. ഇത് ശരിക്കും ഞാൻ ഇതിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇരിക്കണ്ടായില്ല. ഇത് കണ്ട, ഇത് ശരിക്കും ഇതിൻ്റെ വീലാണ്. ഞാൻ ഇതിനു വേണ്ടി ഇതിങ്ങനെ വെച്ചു. പിന്നെ അവിടെ ഒരു കൊന്തയുണ്ട്, അത് നോക്കണ്ട. പിന്നെ ഇവിടെ ഞാനൊരു ഗണ്ണ് കളിപ്പാട്ടാണ് പഠിക്കണ്ട. പിന്നെ ഒരു തൊപ്പി. പിന്നെ അവിടെ നമ്മുടെ ഒരു സ്കൂൾ ക്ലാസ് ഫോട്ടോയാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ വർക്കാവും, എന്നാലും വലിയ ഉപയോഗമൊന്നുമില്ല, ആരും ഉപയോഗിക്കൊന്നുമില്ല, വലിയ ആവശ്യത്തിനൊന്നുമില്ലാത്ത സംഭവമാണ്. ചെയ്യണ്ട വല്ലാണ്ട് വർക്കാവുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ആവണം. പിന്നെ ഉപയോഗിക്കാനൊന്നും അങ്ങനെ വരില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. ഈ വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാനില്ല. എൻ്റെ അപ്പം തന്നെ ആയിട്ടൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ അടിയിലേ നമ്മുടെ പിയാനോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിയാനോയിൽ ഇതിൽ പാട്ട് വായിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഏത് പാട്ടാണെന്നും കമൻറ്റ് ചെയ്യുക, നമ്മളിതിൽ വായിക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ അപ്പുറം തന്നെയായിട്ട് ഒരു അലമാരി ഉണ്ട്, എന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ കോട്ടിട്ടാണ് നിൽക്കണത്, കാരണം ഭയങ്കര മഴയില്ല, ഭയങ്കര തണുപ്പാണ് കേസ്.
ഞാൻ കൂട്ടിയിട്ടാണ് കാണാൻ. പിന്നെ ഇവിടെ ഒരു വലിയ അലമാര ഉണ്ട്. ഈ അലമാര എൻ്റെ സാധനങ്ങൾ വയ്ക്കുന്നൊന്നുമല്ല, ഇവിടുത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സംഭവമാണ്. എന്തൊക്കെ ഇതിലുണ്ട് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറം തന്നെയായിട്ട് ഇവിടെ ഒരു വിൻഡോസ് ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, വിൻഡോ ആണ്. ഇവിടെ കറക്റ്റ് അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം തന്നെയായിട്ട് ഞാൻ കാണിച്ച മാതിരി ഇനിയാണ് നമ്മൾ കഴിഞ്ഞ് പറഞ്ഞത്. പിന്നെ ഇവിടെ ആ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഞാൻ സ്വിച്ച് ബോർഡൊക്കെ പറയണം. പിന്നെ അതേമാതിരി ഉള്ളതാ കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്.